വിശദമായ വാർത്തകൾ നോക്കാം. നിപ്പ ജാഗ്രതയിൽ സംസ്ഥാനം. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ അതീവ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യ, വീണ്ടും സംസ്ഥാനത്ത് നിപ്പ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് 10 മണിക്കാണ് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നത്. ജില്ലാ കളക്ടർമാർ പങ്കെടുത്ത ഉന്നതതല യോഗമാണ്. അതിലാണ് ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ജാഗ്രത വേണമെന്നുള്ളൊരു നിർദ്ദേശമാണ് മന്ത്രി ഉണ്ടായിരുന്ന ഉന്നതതല യോഗത്തിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഈ മലപ്പുറം ജില്ലയിൽ 18-കാരിയുടെ കൺഫർമേറ്ററി റിസൾട്ട് പോസിറ്റീവ് ആയ ഘട്ടത്തിൽ കൂടിയാണ് ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലകൾക്കാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആദ്യഘട്ട സമ്പർക്ക പട്ടിക പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. 345 പേരാണ് ആദ്യഘട്ട സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മലപ്പുറത്ത് ഈ രോഗം സ്ഥിരീകരിച്ച വ്യക്തിയും അതുപോലെ തന്നെ പാലക്കാട് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന വ്യക്തിയും തമ്മിൽ സമ്പർക്കത്തിൽ പെട്ടിട്ടില്ല എന്നുള്ള വിവരമാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. ഇൻഡിപെൻഡന്റ് ഇൻഡെക്സ് കേസുകളിൽ പെടുന്നതാണ്. അതായത് 2 സ്ഥലത്ത് ഇപ്പോൾ നിലവിൽ നിപ്പ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ഈ കണ്ടെയ്ൻമെന്റ് സോണുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ അതീവ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ 211 പേർ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെട്ടവരാണ്. പാലക്കാട് 91, കോഴിക്കോട് 43 എന്നിവരാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇത് കോഴിക്കോട് ജില്ലയിൽ ആരോഗ്യ പ്രവർത്തകരാണ് ഈ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. രോഗം സ്ഥിരീകരിച്ച വ്യക്തിയെ പരിചരിച്ച ആരോഗ്യ പ്രവർത്തകരെയാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രോഗം സ്ഥിരീകരിച്ചവർ മറ്റ് പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമ്പർക്ക പട്ടികയിൽ ഇനിയും ആളുകൾ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രൈമറി കോണ്ടാക്ട് പട്ടികയിലുള്ളവരുടെ എണ്ണം കൂടാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിൽ ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് പൊതുജനം ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ്. 3 ജില്ലകൾക്കാണ് ഈ ഒരു ജാഗ്രതാ നിർദ്ദേശം നിർബന്ധമായി നൽകിയിരിക്കുന്നത്. അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അതുതന്നെയാണ്. അതായത് മലപ്പുറത്ത് 18-കാരിയുടെ കൺഫർമേറ്ററി റിസൾട്ട് പോസിറ്റീവായ ഘട്ടത്തിലാണ് ആദ്യഘട്ട സമ്പർക്ക പട്ടിക കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. അതിലാകെ 345 പേരാണ് ആ പട്ടികയിൽ ഉൾപ്പെടുന്നത് എന്നുള്ളതാണ്. ഈ 345 പേര് മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ളവരാണ്. കൂടുതൽ പരിശോധനകൾ നടത്തുന്നുണ്ട്. അത്തരത്തിൽ പരിശോധനകൾ നടത്തുമ്പോൾ സമ്പർക്ക പട്ടികയിൽ ഉള്ളവരുടെ എണ്ണം കൂടാമെന്നുള്ള സാധ്യതയും ആരോഗ്യവകുപ്പ് തള്ളിക്കളയുന്നില്ല. ആ ഘട്ടത്തിലാണ് അതീവ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിന്നിപ്പോൾ രാവിലെ അടിയന്തരമായിട്ട് ആരോഗ്യവകുപ്പ് ഉന്നതതല യോഗം ചേർന്നതിന് ശേഷമാണ് അത്തരത്തിലൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ അതീവ ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജാഗ്രതാ നിർദ്ദേശമായിട്ട് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും നിപ്പയിൽ ജാഗ്രത പാലിക്കണം എന്നുള്ളത് തന്നെയാണ്. വരും ദിവസങ്ങളിൽ ഈ സമ്പർക്ക പട്ടികയിലെ ആളുകളുടെ എണ്ണം കൂടുകയും വീണ്ടും മുന്നറിയിപ്പുകൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. നിലവിൽ ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ ഒരു വ്യക്തി ചികിത്സയിൽ കഴിയുകയാണ്. അപ്പോൾ ഈ വ്യക്തി ഇനി മറ്റ് സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ, അവിടെ ആരെങ്കിലുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെയുള്ള പരിശോധനകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. രോഗം സ്ഥിരീകരിച്ചവർ കൂടുതൽ പേരെ കാണാനും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പോകാനുമുള്ള വകുപ്പ് ഈ ഘട്ടത്തിൽ പറയുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് പെട്ടെന്ന് തന്നെ മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ജില്ലാ കളക്ടർമാർ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള യോഗം ചേരുകയും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നൽകിയിരിക്കുകയും ചെയ്യുന്നത്. ശരി. നിപ്പ ജാഗ്രതയിൽ സംസ്ഥാനം. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ അതീവ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്.